സുരേഷ് ഗോപിയെ താങ്ങി നടക്കുന്ന പിന്നോക്കക്കാരൊന്ന് ചെവി തുറന്ന് കേട്ടോളൂ. ഹിന്ദു 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 എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതിൻ്റെ ഉഡായ്പ് എന്താണെന്ന് നിങ്ങളിതേ ഈ വാക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുന്നു. അതായത് ഹിന്ദുവിനകത്ത് ഉന്നത കുല ജാതന്മാരുണ്ടെന്നും ബാക്കിയുള്ള കുറേ കറുത്ത വർഗ്ഗക്കാരൊക്കെ തൊടുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വല്ലാത്തൊരു അറപ്പ് തോന്നാനുള്ള കാര്യം എന്താണെന്ന് ആ വാക്കുകളിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാകും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ട്രൈബൽ വകുപ്പ് ഉന്നത കുലജാതൻ നോക്കണമത്രേ. അപ്പോൾ പിന്നോക്കക്കാരുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ഈ മഹാന്റെ മനസ്സിലുള്ളത്? ഞാനൊരു ഉന്നത കുലജാതനായിട്ടുള്ള സവർണനാണ്, ഇതൊക്കെ പുറംപോക്കി കിടക്കുന്ന കുറേ അധകൃത മനുഷ്യരൂപത്തിലുള്ളത്, അല്ലെങ്കിൽ അവർണൻ, വർണ്ണമില്ലാത്തവൻ,